ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിൽ എത്ര നദികളുണ്ടെന്നും എത്ര എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നെന്നും എത്ര എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നെന്നും ഒക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയായ പെരിയാറിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു നദിയാണ് എന്ത്? ഭാരതപ്പുഴ. അപ്പം ഭാരതപ്പുഴയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് എന്ത്? ഭാരതപ്പുഴ എന്നുള്ളത്. അതുപോലെ കേരളത്തിന്റെ നൈൽ അറിയപ്പെടുന്ന നദിയാണ്. ആ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. അതുപോലെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയും കൂടിയാണ് ഭാരതപ്പുഴ. പിന്നെ നിള എന്നറിയപ്പെടുന്ന നദിയും കൂടിയാണ്. അപ്പം ഭാരതപ്പുഴേനെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? കേരളത്തിന് നൈലെന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നുണ്ട്. നിള എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദിയും കൂടിയാണ്. അതായത് പണ്ട് കാലത്ത് പേരാർ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന നദിയും കൂടിയാണ് ഭാരതപ്പുഴ. ഓക്കെ. അപ്പം കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. അതുപോലെ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയും കൂടിയാണ് ഭാരതപ്പുഴ. പിന്നെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നുണ്ട്, നിള എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ പ്രാചീന കാലത്ത് പേരാർ എന്ന പേരിലും ആരറിയപ്പെടുന്നുണ്ട്? ഭാരതപ്പുഴ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ മാമാങ്കം ഏത് നദീതീരത്താണ് നടക്കുന്നത്? മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ത് നടക്കുന്നത്? മാമാങ്കം നടത്തുന്നത്. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് ഏത്? കിളികുറിശിമംഗലം. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് ഏത്? കിളികുറിശിമംഗലം. അപ്പം കിളികുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? ഭാരതപ്പുഴയുടെ തീരത്താ. അതുപോലെ കേരള കലാമണ്ഡലം എവിടെ? ചെറുതുരുത്തിയില്. അപ്പം കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? ഭാരതപ്പുഴയുടെ തീരത്താ. അപ്പം ഭാരതപ്പുഴയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. അതുപോലെ കേരളത്തിലെ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരതപ്പുഴയാണ്. അതുപോലെ പൊന്നാനിപ്പുഴ, നിള, പ്രാചീന കാലത്ത് പേരാറ് എങ്ങനെയൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? ഭാരതപ്പുഴ അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ മാമാങ്കം ഏത് നദിയുടെ തീരത്ത് നടക്കുന്നത്? ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടത്തുന്നത്. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിളികുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത്? അതും ഭാരതപ്പുഴയുടെ തീരത്താണ്. പിന്നെ കേരള കലാമണ്ഡലം അത് സ്ഥിതി ചെയ്യുന്നത് ചെറു തുരുത്തിയിലാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി ഭാരതപ്പുഴ എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. അതുപോലെ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട്, അതുപോലെ മലപ്പുറം, പിന്നെ ആരാ? തൃശ്ശൂര്. അപ്പൊ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളാണ് ഏതൊക്കെ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂര്. പിന്നെ ചിറ്റൂർ ഭാരതപ്പുഴയിൽ അറിയപ്പെടുന്ന പേരെന്താ? ചിറ്റൂരില് ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണെന്ത്? ശോകനാശിനി പുഴ. എന്താ? ശോകനാശിനി പുഴ. ശോകനാശിനി പുഴ എന്നാണ് എവിടെ അറിയപ്പെടുന്നത്? ചിറ്റൂരില് ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴയെന്ന്. പിന്നെ അതുപോലെ ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെ? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ,
കൽപ്പാത്തിപ്പുഴ. ഇതാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ. ഏതൊക്കെ? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അപ്പം ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാ? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം. അതുപോലെ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? ഏതൊക്കെയാ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂര്. ചിറ്റന്നൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താ? ശോകനാശിനി എന്നാണ്. ഇനി ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചതായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. പിന്നെ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഓക്കെ. കൽപ്പാത്തിപ്പുഴ. അതുപോലെ ഗായത്രിപ്പുഴ. ഗായത്രിപ്പുഴ എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയല്ലേ. അപ്പൊ ഈ ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് ഏത്? മായന്നൂര്. മായന്നൂരിലാണ് എന്ത്? ഉം മായന്നൂര്. മായന്നൂരിലാണ്, അതായത് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം എന്ന് പറയുന്നത് മായന്നൂരാ. മായന്നൂർ എവിടെയാ? മായന്നൂര് തൃശ്ശൂരിലാണ്. മായന്നൂര് എവിടെ? തൃശ്ശൂരില്. മായന്നൂര് തൃശ്ശൂരിലാണ്. അപ്പൊ ഗായത്രിപ്പുഴ ഭാരതപ്പുഴയായിട്ട് ചേരുന്ന സ്ഥലം എന്ന് പറയുന്നത് മായന്നൂരാണ്. മായന്നൂർ എവിടെയാ? തൃശ്ശൂരിലാണ്. അതുപോലെ കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴയുടെ. തൂതപ്പുഴയുടെ ഉപനദിയാണ് ഏത്? കുന്തിപ്പുഴ എന്ന് പറയുന്നത്. തൂതപ്പുഴയുടെ ഉപ ഉപനദിയാണിത് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. അപ്പൊ കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴയുടെ. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? സൈലന്റ് വാലിയിലാണ് തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. സൈലന്റ് വാലി. അപ്പൊ തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാ? സൈലന്റ് വാലിയിൽ. ഇനി നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? എം. ടി. വാസുദേവൻ നായർ. എം. ടി. വാസുദേവൻ നായരാണ് എന്ത്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? എം. ടി. വാസുദേവൻ നായർ. അതുപോലെ നിള നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാ? പി. കുഞ്ഞിരാമൻ നായർ. പി. കുഞ്ഞിരാമൻ നായർ. ആരാ? പി. കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത്. നായർ ആണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത്. അപ്പം ഗായത്രി, അതായത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴ, അതായത് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയായിട്ട് ചേരുന്ന സ്ഥലം എവിടെയാ? മായന്നൂരിലാണ്. മായന്നൂർ എവിടെയാ? തൃശ്ശൂരിലാണ്. പിന്നെ കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാ? തൂതപ്പുഴയുടെയാണ്. തൂതപ്പുഴയുടെ ഒറിജിൻ എവിടെയാ? ഉത്ഭവം എന്ന് പറയുന്നത് സൈലന്റ് വാലിയിൽ. പിന്നെ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാണ് എം. ടി. വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി. കുഞ്ഞിരാമൻ നായർ. ഇനി പറളിയിൽ വെച്ചിട്ട്